ഇന്ത്യൻ മരുന്ന് കമ്പനികൾക്ക് വൻ തിരിച്ചടി. മരുന്നുകൾക്ക് 100% വരെ ഇറക്കുമതി തീരുവ ഉയർത്തി അമേരിക്ക. ഫർണിച്ചറുകൾക്കും നിരക്ക് കൂട്ടിയിട്ടുണ്ട്. അപർണ കാർത്തികയുണ്ട്. അപർണ, അമേരിക്ക വീണ്ടും വീണ്ടും നമുക്ക് പണി തന്നുകൊണ്ടിരിക്കുകയാണല്ലേ. 100% വരെ തീരുവയോ മരുന്നുകൾക്ക്? ഇതെന്താണ് ഈ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൊത്തത്തിൽ നിരക്ക് കൂട്ടുകയാണ് അമേരിക്ക ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് സാരമായി ബാധിക്കുന്നത് ഇന്ത്യയാണെന്ന് തന്നെ പറയാം. കാരണം 60%-ലധികം മരുന്ന് കയറ്റുമതി ഇന്ത്യയിൽ നിന്നാണ് ഉള്ളത്. അതായത് അവിടെ ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ കൂടുതലും വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഏകദേശം $50 ബില്യൺ വിറ്റുവരവ്, വാർഷിക വരവുള്ള വിപണിയാണ് മരുന്ന് വിപണി എന്ന് പറയുന്നത്, ഫാർമസ്യൂട്ടിക്കൽ വിപണി എന്ന് പറയുന്നത്. ഇതിന് വലിയ പ്രത്യാഘാതമാണ് ഈ തീരുമാനത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതമല്ല. ഇത് ഒക്ടോബർ 1 മുതൽ തന്നെ പ്രാബല്യത്തിൽ വരും. വളരെ പെട്ടെന്ന് തന്നെ ഇത് പ്രാബല്യത്തിൽ വരുന്നത് കൊണ്ട് അതിന്മേൽ ഇനി കൂടുതൽ ചർച്ചകൾക്കൊന്നുമുള്ള സമയമില്ല എന്നുള്ളൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. മറ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് ഈ വിഷയത്തിൽ തന്നെ പറയുന്നത്, എല്ലാ മേഖലകളിലും, അതായത് ബ്രാൻഡ് വരുന്ന മരുന്ന്, ഇപ്പോൾ ജനറിക് മരുന്നുകളുടെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാതാക്കൾ, അതിൻ്റെ ദാതാക്കൾ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇത് വലിയ തോതിൽ തിരിച്ചടിയാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബ്രാൻഡഡ് മരുന്നുകൾക്ക് അവിടെ നിർമ്മിക്കുന്ന, അതായത് അമേരിക്കയിൽ കമ്പനി ഇല്ലാത്ത മരുന്നുകളുണ്ട്, ഈ മരുന്നുകൾക്കും ഇത് ബാധകമാണ് എന്നുള്ളതാണ്. വളരെ കുറച്ച് ഇന്ത്യൻ കമ്പനികൾക്ക് മാത്രമേ, ഇപ്പോൾ സിപ്ല പോലുള്ള ചില കമ്പനികൾക്ക് മാത്രമേ അമേരിക്കയിൽ അവരുടെ ഔട്ട്ലെറ്റുകളായിട്ട്, അതായത് അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുള്ളൂ. അതല്ലാതെ വരുന്ന മരുന്നുകളെല്ലാം ഇത് ബാധിക്കും. ഇത് വലിയൊരു പ്രത്യാഘാതം, നേരത്തെ താരിഫ് പോലെയല്ല ഇത് വരാൻ പോകുന്നത്, അതിനേക്കാൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. ഡോക്ടർ അരുൺകുമാർ. ഓക്കെ, താങ്ക് യു. അപർണയാണ് വിവരങ്ങൾ നൽകിയത്.